പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ആദ്യമായി നമ്മുടെ മാത്യു സാമുവലിന്റെ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ സംഘികൾ ആരും കയറി കമന്റുകൾ ഇട്ടില്ല. സാധാരണയായി സംഘികളുടെ കൊലവിളികളും ആക്രോശങ്ങളും അപരമത വിദ്വേഷങ്ങളും പരിഹാസങ്ങളും കൊണ്ട് സമ്പന്നമാവാറുള്ള ആ കമന്റ് ബോക്സ് ഇത്തവണ ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് പോലെയായി. അതിന്റെ കാരണം മാത്യു സാമുവൽ ആദ്യമായി ആ വീഡിയോയിലൂടെ ഇന്ത്യയിൽ സംഘപരിവാറുകാരാൽ ആക്രമിക്കപ്പെടുന്ന സാധാരണക്കാരായ ദളിതരായ ക്രിസ്ത്യാനികളായ മറ്റു ന്യൂനപക്ഷങ്ങളായ മനുഷ്യർക്കു വേണ്ടി സംസാരിച്ചു, ശബ്ദിച്ചു. അതിന് അദ്ദേഹം സംഘപരിവാറിനെ വിശേഷിപ്പിച്ചത് തീവ്രവാദികളെന്നാണ്, ഭീകരവാദികളെന്നാണ്. ഇത്തരത്തിൽ നമ്മുടെ ഇന്ത്യയിലെ അടിസ്ഥാന വർഗത്തെ ക്രൂരമായി ആക്രമിക്കുന്ന തീവ്രവാദികളാണ്, ഭീകരവാദികളാണ് സംഘപരിവാർ എന്ന് അദ്ദേഹം വെട്ടിത്തുറന്ന് തന്നെ പറഞ്ഞു. ഇതോടെ അച്ചായന്റെ ഈ മനംമാറ്റത്തിൽ നിരാശരായ സംഘികൾ ആ വീഡിയോസിന് താഴെ കമന്റുകൾ ഇടാതെ പുറംതിരിഞ്ഞു നിന്നു. ദുഃഖത്തോടുകൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. മധ്യപ്രദേശിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഉണ്ടായ സംഭവമാണ്. സംഘപരിവാറിന്റെ തീവ്രവാദികൾ, ബജരാങ്കൾ, പല ഗ്രൂപ്പുകൾ, ഏകദേശം 150-200ഓളം പേര് ചേർന്ന് ഒരു ഗ്രാമത്തില്, അതായത് സിറ്റിയിൽ നിന്ന് ഏകദേശം 80ഓളം കിലോമീറ്റർ അകത്തോട്ട് ഗ്രാമത്തില് ദലിറ്റ്സ്, അതായത് ബാക്ക്വേർഡ് ക്ലാസ്, നിങ്ങൾക്ക് ഇന്ത്യയിലെ പല മലയാളികൾക്കും കേരളത്തിലുള്ള ദലിറ്റ്സ് കമ്മ്യൂണിറ്റി പോലല്ല ഈ നോർത്ത് ഇന്ത്യയിലെ ദലിറ്റ്സ് കമ്മ്യൂണിറ്റികൾ. അവര് പൂർണ്ണമായിട്ടും മാർജിനലൈസ്ഡ് ആണ്. ആരും അവരെ നോക്കാനില്ല. കേട്ടില്ലേ നിങ്ങൾ? അദ്ദേഹം സംഘപരിവാറിലെ സംഘടനകളെ തീവ്രവാദികളും ഭീകരവാദികളും എന്നാണ് വിശേഷിപ്പിച്ചത്. അദ്ദേഹത്തിന് ആരൊക്കെയോ ചില വീഡിയോസുകൾ അയച്ചു കൊടുത്തു. അങ്ങ് ഉത്തരേന്ത്യയിലും മറ്റും സംഘപരിവാർ സംഘടനകളാൽ ആക്രമിക്കപ്പെടുന്ന ക്രൈസ്തവരായ മനുഷ്യരെക്കുറിച്ചുള്ള വീഡിയോസുകൾ, ദളിതരായ മനുഷ്യരെക്കുറിച്ചുള്ള വീഡിയോസുകൾ, അവരെ വളരെ ക്രൂരമായി ആക്രമിക്കുകയും അവരുടെ വസ്ത്രം വലിച്ചു കീറുകയും അവരുടെ ആഘോഷങ്ങളിലൊക്കെ ചെന്നിട്ട് ജയ് ശ്രീരാം എന്ന് വിളിച്ചുകൊണ്ട് അവരുടെ പരിപാടികൾ, അവരുടെ ആഘോഷങ്ങൾ, അവരുടെ സന്തോഷങ്ങളൊക്കെ കെടുത്തിക്കളയുന്ന രീതിയിലുള്ള പലതരത്തിലുള്ള വീഡിയോസുകൾ ധാരാളമായി അദ്ദേഹത്തിന് കിട്ടി. ഇതൊക്കെ കണ്ടപ്പോൾ മാത്യു സാമുവലിന് ആദ്യമായി ഹൃദയം നൊന്തു. അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ രക്തം പൊടിഞ്ഞു. കാരണം ഈ രീതിയിൽ സംഘപരിവാറിനാൽ ആക്രമിക്കപ്പെട്ടത് മുഴുവൻ ദളിതരായ ക്രിസ്ത്യാനികളാണ്. അതുകൊണ്ട് സ്വന്തം സമുദായത്തിലുള്ളവർക്ക് നൊന്തപ്പോൾ, സ്വന്തം സമുദായത്തിലുള്ളവർക്ക് വേദനിച്ചപ്പോൾ, സ്വന്തം സമുദായത്തിൽപ്പെട്ടവർ അതിക്രൂരമായി ജയ് ശ്രീരാം വിളികളോടെ ആക്രമിക്കപ്പെട്ടപ്പോൾ നമ്മുടെ മാത്യു സാമുവലിന് ആദ്യമായി സങ്കടം തോന്നി. അവരുടെ അവസ്ഥകളിൽ വളരെ പരിതാപകരമായ അവരുടെ ജീവിത രീതികളിൽ അദ്ദേഹത്തിന് വല്ലാത്ത സങ്കടം തോന്നി. അദ്ദേഹം പ്രതികരിച്ചു. എടോ സാമുവലെ, ഇതാണ് ഞങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നത്. കുറെ കാലമായി ഞങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. വടക്കേ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു ദളിതനായ മനുഷ്യൻ അവന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് അവനൊരു കോട്ട് ധരിക്കാൻ പറ്റില്ല, അവനൊരു കൂളിംഗ് ഗ്ലാസ് വെക്കാൻ പറ്റില്ല. അവന്റെ വിവാഹ സന്തോഷത്തിന്റെ ഭാഗമായി സ്പെഷ്യലായി അന്നത്തെ ദിവസം അവൻ നല്ലൊരു വസ്ത്രം ധരിച്ച് അല്ലെങ്കിൽ ഒരു കോട്ട് ധരിച്ച് ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ച് കുതിരപ്പുറത്ത് യാത്ര ചെയ്താൽ അവനെ പരസ്യമായി ആക്രമിച്ച് തലമുട്ടയടിച്ച് തെരുവിലൂടെ നടത്തിക്കുന്ന സംഘപരിവാറിനാൽ നിരന്തരം ആക്രമിക്കപ്പെടുന്ന സാധാരണക്കാരായ മനുഷ്യർക്ക് വേണ്ടി, അവർണരായ മനുഷ്യർക്ക് വേണ്ടി, ക്രൈസ്തവരായ മനുഷ്യർക്ക് വേണ്ടി, ഇത്തരത്തിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി എത്രയോ കാലങ്ങളായി ഞങ്ങൾ ശബ്ദിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോഴൊക്കെ താങ്കൾ എവിടെയായിരുന്നു? ആ സമയത്തും താങ്കൾ ചെയ്തുകൊണ്ടിരുന്ന വീഡിയോസുകൾ പലതും ഇവിടുത്തെ മുസ്ലിം സമുദായത്തിനെതിരായിരുന്നു. പച്ചയായ മുസ്ലിം സമുദായത്തെ ആക്രമിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള വീഡിയോസുകൾ പോസ്റ്റ് ചെയ്ത ആളല്ലേ താങ്കൾ? എന്നാൽ ഇന്ന് അതേ സംഘപരിവാറിൽ നിന്നും സ്വന്തം സമുദായത്തിന് മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നപ്പോൾ താങ്കൾ ആദ്യമായി സംസാരിക്കാൻ തയ്യാറായിരിക്കുന്നു. സംഘപരിവാറിനെതിരെ വാതുറന്ന് കാര്യങ്ങൾ തല ഉയർത്തിപ്പിടിച്ച് പറയാൻ താങ്കൾ ധൈര്യം കാണിച്ചിരിക്കുന്നു. നിങ്ങൾ മാത്യു സാമുവലിന്റെ ആ വീഡിയോസിന് താഴെയുള്ള കമന്റ് ബോക്സിലേക്ക് പോയി നോക്കിയാൽ അവിടെ സംഘികളുടെ കമന്റുകൾ ഒന്നും കാണാൻ സാധിക്കില്ലെങ്കിലും ക്രിസ്ത്യാനികളുടെ കമന്റുകൾ ധാരാളമായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മുടെ രാജ്യത്തെ, നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ അവർണരായ മനുഷ്യരുടെ കമന്റുകൾ ധാരാളമായി കാണാൻ സാധിക്കും. അത്തരം കമന്റുകൾ വലിയ പ്രതീക്ഷയിലും വലിയ സന്തോഷത്തിലുമാണ് അവരവിടെ പ്രകടിപ്പിക്കുന്നത്. താങ്കൾ ആദ്യമായി ഈ വിഷയത്തിൽ സംസാരിച്ചതിൽ, താങ്കൾ ഈ വിഷയം സംസാരിക്കാൻ ധൈര്യം കാണിച്ചതിൽ ഞങ്ങൾ താങ്കളെ അഭിനന്ദിക്കുന്നു, അനുമോദിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സാധാരണക്കാരുടെ കമന്റുകൾ ധാരാളമായി നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഒരിക്കലുമില്ല. കാരണം അവരുടെ കാസ്റ്റ് പ്രശ്നമാണ്. അതിന് പാവം പിടിച്ച ദേവസായിട്ട് ഇതൊക്കെ ചെയ്യുന്നു. അതായത് പുതിയ ഇന്ത്യ എന്നും മോഡേൺ ഇന്ത്യ എന്നും ഗ്ലോബൽ ഇന്ത്യ എന്നൊക്കെ പറയുന്നത്
തലയിൽ കൈവച്ച് നാണക്കേട് തോന്നുന്ന സംഭവം. ഇതിനെ അനുകൂലിക്കാൻ സാധിക്കില്ല. നമ്മൾ പ്രതികരിക്കേണ്ട സമയത്ത് തന്നെ ഇത് പ്രതികരിക്കുക തന്നെ വേണം. ഇതുവരെയുള്ള മാത്യു സാമുവലിന്റെ വീഡിയോസുകൾ എടുത്തു നോക്കിയാൽ ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള പല അഭിപ്രായ പ്രകടനങ്ങളിലും ഈ സംഘപരിവാർ ശക്തികളെയും കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുമൊക്കെ നിരന്തരം പുകഴ്ത്തിയും അവരെ പിന്തുണച്ചുകൊണ്ടുമാണ് അദ്ദേഹം എല്ലാ വീഡിയോസിലും സംസാരിക്കാറുള്ളത്. എന്നാൽ ആദ്യമായി ഈ വീഡിയോയിലൂടെ ഇത്തരം ഇന്ത്യയെക്കുറിച്ച് നമ്മൾ വിശ്വഗുരുവാണെന്നും ലോകത്തിലെ വലിയ ശക്തിയാണെന്നും ഒക്കെ അവകാശപ്പെടുന്നതിൽ ഒരു കാര്യവുമില്ലെന്നും ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ കാണുമ്പോൾ വലിയ നാണക്കേടാണെന്നും ലജ്ജയാണെന്നും ഒക്കെ തുറന്നു പറയാനുള്ള ഒരു ധൈര്യം മാത്യു സാമുവൽ കാണിച്ചിരിക്കുകയാണ്. ഇത്തരത്തിൽ ഈ സംഘപരിവാറിന്റെ അക്രമങ്ങൾ ഏറ്റുവാങ്ങാൻ അല്ലെങ്കിൽ അവരുടെ ക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങാൻ മാത്രം അവരെന്ത് തെറ്റാണ് ചെയ്തത്? അതിന്റെ കാരണമായി മാത്യു സാമുവൽ പറയുന്നത് അവരൊക്കെ ക്രൈസ്തവ മതത്തിലേക്ക് മാറി, അവർക്ക് നല്ല ഭക്ഷണം കിട്ടിത്തുടങ്ങി, നല്ല വിദ്യാഭ്യാസം കിട്ടിത്തുടങ്ങി, അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടായി, അവർക്ക് ഉണ്ണാനും ഉറങ്ങാനും എല്ലാ സൗകര്യങ്ങളും കിട്ടിത്തുടങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ടും തങ്ങളുടെ ജീവിതത്തിൽ മെച്ചമുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരോടൊപ്പം അവർ കൂടി, അവരുടെ വിശ്വാസങ്ങൾ അവർ ഏറ്റെടുത്തു. അങ്ങനെ ധാരാളമായി വടക്കേ ഇന്ത്യയിലെ ഹൈന്ദവരായ അടിസ്ഥാന വർഗങ്ങളായ അവർണരായ ദളിതരടക്കമുള്ളവർ കൂട്ടത്തോടെ ക്രൈസ്തവ മതത്തിലേക്ക് ചേക്കേറി. അതോടെ അവരുടെ ജീവിതം പുഷ്ടിപ്പെട്ടു, അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി, വലിയ അത്ഭുതങ്ങൾ ഉണ്ടായി, ആത്മീയമായിട്ടുള്ള ഒരു അന്തരീക്ഷം അവർക്ക് കരഗതമായി. ഇതിന്റെയൊക്കെ പേരിലാണ് സംഘപരിവാർ ശക്തികൾ അവരെ പിന്തുടർന്ന് ആക്രമിക്കുന്നത്, അവരുടെ ആഘോഷങ്ങളെല്ലാം മുടക്കുന്നത്, അവരുടെ സന്തോഷങ്ങളെല്ലാം കെടുത്തിക്കളയുന്നത്. ഇത് ശരിയല്ല. അവർ ക്രൈസ്തവ മതം സ്വീകരിച്ചതുകൊണ്ട്, അവർക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിച്ച് ഇഷ്ടമുള്ള ജീവിത രീതികൾ സ്വീകരിച്ചതുകൊണ്ട് എന്തിനാണ് അവരെ ആക്രമിക്കുന്നത്? ഇതാണ് ഇത്തരത്തിൽ ആ മനുഷ്യരൊക്കെ ആക്രമിക്കപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണമായി മാത്യു സാമുവൽ തുറന്നു പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ കാലം വരെ നമ്മുടെ നാട്ടിൽ മുസ്ലിം സമുദായത്തിനെതിരെ എത്ര അക്രമങ്ങൾ ഉണ്ടായി. ബീഫിന്റെ പേരിൽ, മറ്റ് ഹൈന്ദവ ആഘോഷങ്ങളുടെ പേരിൽ പള്ളികൾ മൂടിക്കെട്ടേണ്ട അവസ്ഥ വന്നില്ലേ? പള്ളികൾ പലതും മറച്ചു പിടിക്കേണ്ട അവസ്ഥ വന്നില്ലേ? ഇത്തരത്തിലുള്ള ധാരാളം സംഭവങ്ങൾ ഉണ്ടായപ്പോഴൊന്നും ഒരക്ഷരം പോലും മിണ്ടാതിരുന്ന മാത്യു സാമുവൽ സ്വന്തം മതത്തിലെ വിശ്വാസികൾക്ക് നേരെ സംഘപരിവാർ അക്രമം അഴിച്ചുവിട്ടപ്പോൾ ആദ്യമായി സംഘപരിവാറുകാരെ തീവ്രവാദികളെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട്, ഭീകരവാദികളെന്ന് വിളിച്ചുകൊണ്ട് സംഘപരിവാറിന്റെ യഥാർത്ഥ മുഖം അദ്ദേഹവും തുറന്നു കാണിക്കാൻ തയ്യാറായിരിക്കുകയാണ്. ഏതായാലും നാളിതുവരെ സംഘപരിവാറിന് വേണ്ടി അവരെ സുഖിപ്പിക്കുന്ന രീതിയിൽ അവരുടെ ആസനം താങ്ങിക്കൊണ്ട് വീഡിയോസുകൾ ചെയ്തുകൊണ്ടിരുന്ന മാത്യു സാമുവലെ തനിക്കിനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കണ്ടറിയുക തന്നെ വേണം.